ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ WSL എന്താണെന്ന് നോക്കി, ഡോക്കർ ഡീമൺ എന്താണെന്ന് നോക്കി, പിന്നെ ഇമേജസ് എന്താണ്, കണ്ടെയ്നേഴ്സ് എന്താണെന്ന് നോക്കി. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബേസിക് കമാൻഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കുറച്ച് ബേസിക് കമാൻഡ്സ് നോക്കാം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടി എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബിഗിനേഴ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമാൻഡ് നോക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡോക്കറൈസ് ചെയ്യുന്നുള്ള കാര്യമെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കമാൻഡ് നോക്കാം, ഡോക്കർ ഇമേജസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഡോക്കർ ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജസിനെ ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇമേജസിനെ എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം ഓൾറെഡി നമ്മുടെ ഡോക്കർ ഡെസ്ക്ടോപ്പിലും ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ സിസ്റ്റത്തിൽ എത്ര ഇമേജ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഡോക്കർ ഡെസ്ക്ടോപ്പിലും കാണിക്കും. കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കമാൻഡാണ്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ കൂടുതൽ ഇപ്പോൾ ആപ്പിനെയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കമാൻഡ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ലിനക്സിൻ്റെ ഇൻസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് കമാൻഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം ഡോക്കർ ഇമേജസ് ഉണ്ട്. അപ്പം ഇമേജസിനെ ലിസ്റ്റ് ചെയ്ത് ഇനി കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്കർ PS-A എന്നാണ് നമ്മുടെ ഓൾറെഡി ഉള്ള എല്ലാ കണ്ടെയ്നേഴ്സിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് നോക്കുക. ഡോക്കർ PS എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നറുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം ഇത് ഡോക്കർ PS-A എന്ന് പറയുന്ന എല്ലാ കണ്ടെയ്നറുകളെയും ലിസ്റ്റ് ചെയ്യും. ഡോക്കർ PS എന്ന് പറയുന്ന റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നറുകളെ മാത്രം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണാകുന്ന ഇമേജുകളാണ് കണ്ടെയ്നേഴ്സ്. അപ്പം ഈ നോഡ് എന്ന് പറയുന്ന ഇമേജിനെ റണ്ണായപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ ഇതിന് കണ്ടെയ്നർ ID ഉണ്ട്, കണ്ടെയ്നറിൻ്റെ ഇമേജിൻ്റെ നെയിം കാണും. ഓക്കെ, കണ്ടെയ്നറിൻ്റെ നെയിംസും കാണും. ഓക്കെ, പിന്നെ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് പോർട്ടിലാണ് ആക്സസിബിൾ ആയിട്ടുള്ള എന്നുള്ള രീതിയിലൊക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്കർ സ്റ്റോപ്പ് കണ്ടെയ്നറിൻ്റെ ഐഡിയും കൊടുത്താൽ മതി. ഓക്കെ, കണ്ടെയ്നറിൻ്റെ ID കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആ കണ്ടെയ്നർ സ്റ്റോപ്പ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ഡോക്കർ PS കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സ് ഒന്നും റണ്ണിങ് ആകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഇമേജിനെ റിമൂവ് ചെയ്യണം, ഡോക്കർ റിമൂവ് ഇമേജ്, പിന്നെ ഇമേജിൻ്റെ ID. ഓക്കെ, ഐഡിയോ നെയിമോ ഒരു മിനിറ്റ് ഒന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഡോക്കർ unable to delete. ഓക്കെ, എന്തോ ഒരു എറർ അടിച്ചിട്ടുണ്ട്. 6 of is using its referenced image 928086F8. ഡോക്കർ PS-A ഡോക്കർ റിമൂവ് നമ്മുടെ കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടെയ്നറിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, കണ്ടെയ്നർ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് ഇമേജിനെ റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്കർ ഇമേജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉബുണ്ടുവിൻ്റെ ഒറ്റ ഇമേജേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇമേജിനെ നമ്മൾ ഡോക്കർ ഹബിൽ നിന്ന് പുൾ ചെയ്തെടുക്കണം. അപ്പോൾ പുൾ ചെയ്തെടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്കർ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യും. ഇപ്പം പൈത്തൻ്റെ ഒരു ഇമേജാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പൈത്തൺ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ഇവിടെ പൈത്തൺ. ഓക്കെ, ഇവിടുത്തെ സെർച്ചാണ്. ഇവിടെ പൈത്തൺ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പുൾ ചെയ്യാനും റൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ കമാൻഡ് ത്രൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്കർ ഫുള്ള് പൈത്തൺ. ഓക്കെ, പിന്നെ നിങ്ങൾ ഡോക്കർ റണ്ണ് പൈത്തൺ എന്ന് കൊടുത്താലും ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലാത്ത ഇമേജസ് ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇമേജ് എക്സിസ്റ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പൈത്തൺ റണ്ണ് കമാൻഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഡോക്കറിൽ നിന്ന് പുൾ ചെയ്തിട്ട് റൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം പുൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് പുൾ ചെയ്ത് എടുത്തിട്ട് റൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്കർ റണ്ണെന്ന് ഡയറക്റ്റ്ലി ഡോക്കർ റണ്ണ് പൈത്തൺ ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പുൾ ചെയ്തെടുത്തിട്ട് റൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം പൈത്തൻ്റെ ഇമേജ് ഫുള്ളാകുന്നുണ്ട്.
ഓക്കെ. നമ്മുടെ പൈത്തണിന്റെ ഇമേജ് പുള്ളി നമുക്കൊന്ന് അതിൻ്റെ അകത്ത് കയറി നോക്കാം. ഡോക്കർ റൺ ഐടി ഇന്ററാക്റ്റീവ് ടെർമിനൽ എന്നാണ് ഐടിയുടെ ഫുൾ ഫോം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെർമിനൽ കിട്ടും പൈത്തൺ. ഓക്കെ. അപ്പോൾ നമുക്ക് പൈത്തണിൻ്റെ അകത്ത് നമുക്കൊന്ന് ചുമ്മാ പ്രിന്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് നമ്മൾ. ഓക്കെ. ഓക്കെ. ഹലോ വേൾഡ് പ്രിന്റ് ആവുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി എക്സിറ്റ് ആവാം. ഓക്കെ. നമ്മൾ എക്സിറ്റ് ആയി. ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്കർ റണ്ണ് നോഡ്. ഓക്കെ. അൺഎബിൾ ടു ഫൈൻഡ് ഇമേജ് നോട്ട് ലേറ്റസ്റ്റ് ലോക്കലി. അപ്പം ലോക്കലി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നോഡിനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഡോക്കർ റൺ എന്ന് പറയുന്ന കമാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നു. ഇനിയിപ്പം നമുക്ക് നമ്മൾ കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യുന്ന കമാൻഡ് കണ്ടു. ഡോക്കർ സ്റ്റോപ്പ് കണ്ടെയ്നർ ഐ ഡി. പിന്നെ ഇമേജിനെ റിമൂവ് ചെയ്യുന്നത് കണ്ടു. കണ്ടെയ്നറിനെ റിമൂവ് ചെയ്യുന്നത് കണ്ടു. അപ്പം ബേസിക്കലി ഇത്രയും കമാൻഡ്സ് മതി നമുക്ക് ഡോക്കർ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് ഡോക്കറിൻ്റെ അകത്തോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്കർ ഫയൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളുടെ ഒരു ആപ്ലിക്കേഷനെ ഡോക്കറൈസ് ചെയ്യാന്നുള്ള കാര്യം നോക്കി നോക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ആ ആപ്ലിക്കേഷന് ഫുള്ളായിട്ടൊരു ഡോക്കർ ഫയൽ നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ആദ്യം ഒരു ആപ്ലിക്കേഷനെ എൻ്റയർ ആപ്ലിക്കേഷനെ നമ്മൾ ഡോക്കറൈസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഫുള്ളായിട്ടൊരു ഡോക്കർ ഫയൽ എഴുതേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഡോക്കർ ഇമേജിനെ ബിൽഡ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഇമേജിനെ പുള്ള് ചെയ്തെടുക്കുകയല്ല, ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ആ ബിൽഡ് ചെയ്ത ഇമേജിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്കർ ഹബിലോട്ട് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ അയച്ചു കൊടുക്കാം. ഇപ്പം പുള്ളിക്കാരന് ജസ്റ്റ് വേറൊരു ഡിപ്പെൻഡൻസി കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ എൻ്റെ ഡോക്കർ റൺ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു കമാൻഡ് കൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. വേറൊരു വേർഷൻ ഡിപ്പെൻഡൻസിയുടെ കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരയിടാവേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.